ഒരു കപ്പ് റവ കൊണ്ട് വളരെ സിമ്പിളായിട്ട് അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കിയാലോ. അപ്പോൾ അത് നമ്മളൊരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ട് അത് നല്ലപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ ഏത് കപ്പിലാണോ റവ അളന്നെടുത്തത് അതിനൊരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ 2 ഏലക്കായും അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പും 3/4 ടേബിൾ സ്പൂണോളം നെയ്യും അതുപോലെ തന്നെ ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കുകയാണ്. എല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് എടുത്തു വെച്ച ഒരു കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്താൽ എല്ലാം കൂടെ കൂട്ടിയിട്ട് ഇതുപോലെ സാവധാനം ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. ഒരു കപ്പ് റവ വെച്ചിട്ട് നമുക്ക് ഒരു പ്ലേറ്റ് നിറയെ പലഹാരമാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ബാക്കി നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നല്ല ക്രിസ്പി ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ സ്നാക്സിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ. റവ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം അതുപോലെ മിക്സാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ നല്ല പോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറി വരട്ടെ, എന്നിട്ട് വേണം നമുക്ക് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ അധികം ചൂടില്ലാതെയും അതുപോലെ തന്നെ വല്ലാതെ തണുത്ത് പോവാതെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്സ് തന്നെയാണ് കേട്ടോ. തീർച്ചയായും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിനു മുമ്പ് ഇതുപോലുള്ള സിമ്പിൾ സ്നാക്സിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ചാനൽ കയറി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോവല്ലേ. അധികം കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ നമുക്കിത് സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ഇത് നമുക്ക് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഒരു കപ്പ് റവക്ക് ഒരു കപ്പ് വെള്ളം ആ തോതിലെടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പം ഇനി നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ തൂവി കൊടുത്തതിന് ശേഷം ഇതുപോലെ കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ നെയ്യാകുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മുഴുവനായിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല മൊഞ്ചുള്ള ബോൾസ് അല്ലേ ഇത് കാണാനായിട്ട്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കത് ഉണ്ടാക്കിയിട്ടെടുക്കാം. ഞാനിതുപോലെ കുഞ്ഞു ബോൾസ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു പാൻ ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ചൂടായതിന് ശേഷം ഓരോ ബോൾസായിട്ട് ഇതിലിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടാണ് നമുക്കിത് കിട്ടേണ്ടത്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ സ്നാക്സ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ എത്രയേ ഉള്ളൂ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താൻ മറന്നു പോകരുതേ. അടുത്തൊരു വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.